നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ 5 കളികളിൽ നിന്ന് ഇൻ്റർ മയാമി ജയിച്ചത് എത്ര കളിയാണെന്നറിയോ? ഒരേ ഒരു കളിയാണ്. ഇപ്പോൾ കഴിഞ്ഞ കളി ഓസ്റ്റിനെതിരെ 2-2 സമനില. അതിന് മുമ്പത്തെ കളി ന്യൂയോർക്ക് സിറ്റിക്കെതിരെ 3-2 ജയിച്ചു. എന്നാൽ കോൺകക്കാഫ് ചാമ്പ്യൻസ് കപ്പിൽ നാഷ്വിൽ FC-യോട് 1-1 സമനില. അതിനു മുമ്പ് MLS ചാർലറ്റിനോട് ഗോൾ രഹിത സമനില. അതിനു മുമ്പ് നാഷ്വിലിനോട് കോൺകക്കാഫ് ചാമ്പ്യൻസ് കപ്പിൽ ഗോൾ രഹിത സമനില. ഇങ്ങനെ പോയി കാര്യങ്ങൾ. അവസാന 5 കളികളിൽ ഒരേ ഒരു ജയം. ഇന്നത്തെ മത്സരം ഇന്ന് അവർ ന്യൂയോർക്ക് റെഡ് ബുൾസിനെതിരെ ഇറങ്ങുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും കോച്ച് ഹാവിയർ മഷ്രാനോ ലക്ഷ്യം വെക്കുന്നില്ല. ഇന്നെന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 5 മണിക്കാണ് ഈ കളി നടക്കുന്നത്. ജയിച്ചേ പറ്റൂ എന്ന സ്ഥിതിവിശേഷത്തിലാണ് മഷ്രാനോയും സംഘവും ഉള്ളത്. MLS ഈസ്റ്റേൺ കോൺഫറൻസിൽ 6 കളികളിൽ നിന്ന് 11 പോയിൻറ്റുമായിട്ട് മയാമി ഇപ്പോൾ 4ാം സ്ഥാനത്താണ്. മറ്റെല്ലാ കോമ്പറ്റീഷനുകളിൽ നിന്നും പുറത്തായി കഴിഞ്ഞ സ്ഥിതിക്ക് MLS പിടിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻറ്റുമാണ്. പക്ഷേ മയാമിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മെസ്സി നന്നായിട്ട് കളിക്കുന്നുണ്ടെങ്കിലും മറ്റുള്ള താരങ്ങൾ വേണ്ടത്ര മികവ് കാണിക്കുന്നില്ല. ഗോൾ കോൺട്രിബ്യൂഷനും മറ്റും ഒന്നും മുന്നേറ്റ നിരയിൽ നിന്ന് വരുന്നില്ല. അവസരങ്ങൾ വേണ്ടവർക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഈ ഒരു വിഷയം ഇന്നലെ ഹാവിയർ മഷ്രാനോട് ചോദിക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞ മറുപടി, തീർച്ചയായിട്ടും ഞാൻ വറീഡാണ്. ഇറ്റ്സ് ക്ലിയർ ദാറ്റ് ഐ ആം വറീഡ്. മെസ്സിയുടെ കാര്യം വരുമ്പോൾ അത് സ്പെഷ്യൽ കേസാണ്. മെസ്സിയുടെ കാര്യത്തിൽ സ്പെഷ്യൽ കേസാണ്. എല്ലാ മത്സരങ്ങളിലും അദ്ദേഹം സ്കോർ ചെയ്യുന്നു, അല്ലെങ്കിൽ സ്കോർ ചെയ്യാനുള്ള അവസരങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്നു. പക്ഷേ മറ്റ് താരങ്ങളിൽ നിന്ന് കൂടി നമുക്ക് കോൺട്രിബ്യൂഷൻസ് വേണ്ടതുണ്ട്. അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ വറീഡാണ്. ലാക്ക് ഓഫ് കോൺട്രിബ്യൂഷൻ അറ്റാക്കേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഉള്ള ഈ ഒരു പ്രശ്നത്തിൽ ഞാൻ വറീഡാണ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. ഏതായാലും അദ്ദേഹം ആശങ്കയിലാണ് എന്നർത്ഥം. അതിൽ നിന്ന് മുക്തനാവാൻ അദ്ദേഹത്തിന് ഇന്നത്തെ ദിവസം കഴിയുമോ എന്നുള്ളതാണ് ചോദ്യമുള്ളത്. ഇൻ്റർ മയാമിയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഒരു സീസണിനായിട്ട് ടീമിനെ മുന്നേറ്റത്തിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയപ്പോൾ മികച്ച പ്രകടനം ആരാധകർ പ്രതീക്ഷിച്ചു. എന്നാൽ നേരെ തിരിച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. നാളത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നാണ് കളി. നമുക്ക് നാളെ പുലർച്ചെ, നാളത്തെ ദിവസം പുലരുമ്പോൾ മെസ്സിയുടെ ഒരു മാജിക് കാണാൻ പറ്റുമോ? മെസ്സി മാത്രമല്ല മറ്റ് ഇൻ്റർ മയാമി താരങ്ങൾ മികവ് കാണിക്കുമോ? ഹാവിയർ മഷ്രാനോയുടെ ആദ്യ തീരുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.